ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഹോണ്ടയുടെ ഒരു ന്യൂ ക്രോസ് ഓവർ എന്നൊക്കെ പറയുന്ന പുതിയൊരു സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ NX500. എങ്ങനെയുണ്ട് സാധനം? ലുക്കൊക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഈ ലുക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അഡ്വഞ്ചർ ടൂറാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കാണെന്നൊക്കെ. പക്ഷേ ഗായ്സ്, ഇത് ശരിക്കും ഒരു അഡ്വഞ്ചർ ബൈക്കോ അഡ്വഞ്ചർ ടൂറോ അങ്ങനെ പറയാൻ പറ്റുന്നൊരു വണ്ടിയല്ല. ഇത് പ്രോപ്പർ ഒരു ടൂറാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇതൊരു ഒരിക്കലും ഒരു അഡ്വഞ്ചർ ടൂറാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയത്തില്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പോക്ക് വീൽസ് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇല്ല. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളും ഫ്രണ്ട് വന്നേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം, ഫ്രണ്ട് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണെന്നൊക്കെ തോന്നും. ഇതൊരു 41 mm ഷോവയുടെ സെപ്പറേറ്റ് ഫങ്ഷൻ ഫോക്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. സസ്പെൻഷൻ്റെ ഒരു ഫീൽ ഒക്കെ പറയുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കേട്ടോ. സാധാരണ നമ്മൾ അഡ്വഞ്ചർ ബൈക്സിൽ കണ്ടുവന്നേക്കുന്ന പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല. എസ്പെഷ്യലി ഇതിൻ്റെ തന്നെ ഒരു ബിഗർ ബ്രദറായിട്ടുള്ള ട്രാൻസ്ലാപ്പിൽ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് ഇതിനകത്ത് കുറേ ഗുണങ്ങളും ഉണ്ട്, ചെറിയ ഒരു ദോഷമുണ്ട്. അതൊക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 296 mm വരുന്ന ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ആ ഡിസ്കിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ 390 ഇല്ലേ, ഇപ്പോഴത്തെ ഡ്യൂക്ക് സീരീസൊക്കെ അതിൽ കണ്ടുവന്നേക്കുന്ന ഒരു ഡിസ്കിൻ്റെ ഒരു സെറ്റപ്പായിട്ട് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നിസിൻ്റെ കാലിപ്പേഴ്സാണ് വന്നേക്കുന്നത്, 4 piston കാലിപ്പേഴ്സാണ്. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സ്പോക്ക് വീൽസ് അല്ല വന്നേക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് സ്പോക്ക് വീൽസ് കൊടുക്കാഞ്ഞത്. കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഓഫ് റോഡ് എന്നാലും കൊണ്ടുപോകാൻ പറ്റും. ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയ രീതിക്കുള്ള ഒരു സോഫ്റ്റ് ഓഫ് റോഡിങ് ഒക്കെ ഇല്ല, അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110, 18, R19 സെക്ഷൻ ടയർസാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയറാണ്. അതിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് ബൈറ്റ് ആയാലും ടയറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ ടയറിൻ്റെ ഒരു അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് ടയർ. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന ടൈമിൽ നമ്മൾ ട്രാൻസ്ലാപ്പിലൊക്കെ കണ്ടില്ലേ, അതേപോലത്തെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു വൈസറാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ായിട്ടുള്ള വൈസറല്ല വന്നേക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം കിഡിലുമായിട്ട് വിൻഡ് പ്രൊട്ടക്ഷൻ ഇത് തരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വിൻഡ് പ്രൊട്ടക്ഷൻ ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ട്രാൻസ്ലാപ്പിൻ്റെ വീഡിയോയ്ക്കകത്തും പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത വിൻഡ് സെറ്റപ്പാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന്. അതേപോലെ തന്നെ എനിക്ക് ഇതിനകത്തും പറയാനുള്ളത്, ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ തലയുടെ ഹൈറ്റിലേക്ക് വൈസർ വരുന്നു കേട്ടോ. സീരിയസ്ലി ഗൈസ്, സത്യമായിട്ട്. പിന്നെ ഒരു ഹസാർഡും കാര്യങ്ങളൊക്കെ വന്നേപ്പോൾ ഉണ്ട്, സാധാരണ ഇപ്പോഴത്തെ എല്ലാ ബൈക്സിലും വന്നേക്കുന്ന പോലെ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുന്ന ടൈമിൽ ഇവിടെ ഒരു NX എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തപ്പോൾ ഉണ്ട്, ഇവിടെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തപ്പോൾ ഉണ്ട്. ആ ഒരു കോമ്പറ്റീറ്റേഴ്സ് നോക്കുന്ന ടൈമിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റേഴ്സ് ഇപ്പം വരുന്നത് സിംഗിൾ സിലിണ്ടേഴ്സിനാണ് ഇതിന് മെയിൻ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. പ്രൈസ് വെച്ചൊന്നുമല്ല, CCയുടെ ബേസിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അഡ്വഞ്ചർ 390 വരുന്നുണ്ട്, പുതിയ ഹിമാലയൻ 450 വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരുവിധം പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിനും കാര്യങ്ങളും കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ പിന്നെ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിൽ ഒരു 471 cc ലിക്വിഡ് കൂൾഡ് പാരലറ്റിൻ എൻജിനാണ് വന്നേക്കുന്നത്. പ്രൊഡ്യൂസിങ് 46 PS പവറും 43 Nm ടോർക്കും ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി കേട്ടോ. പിന്നെ നമ്മൾ സൈഡിൽ നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഷാസിയൊക്കെ ചെറുതായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല, അത്യാവശ്യം ലുക്കും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബിൾ സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. സീറ്റൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റ് കേട്ടോ. കിടിലായിട്ട് നമുക്ക് ടൂർ ചെയ്യാൻ പറ്റുന്ന കിടിലൻ സീറ്റുകളാണ് വന്നേക്കുന്നത്. ബാക്കിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 160, 60, R17 സെക്ഷൻ ടയേഴ്സ് കേട്ടോ ബാക്കിൽ വന്നേക്കുന്നത്. ബാക്കിലത്തെ ടയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്യൂൾ പർപ്പസ് ടയറാണ്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന റോഡിലാട്ടോ. ഓഫ് റോഡ് പോകുന്ന ടൈമിൽ കുഴപ്പമില്ലെന്നേ ഉള്ളൂ, എന്നാലും വലിയൊരു ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഓഫ് റോഡിൻ്റെ സെക്ഷനിൽ നമുക്ക് കിട്ടുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് ബൈക്കല്ല, ചെറിയ ഓഫ് റോഡ്സൊക്കെ നമുക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ ചെറിയ ബ്രോക്കൺ പാച്ചസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ല. പിന്നെ സൈഡ് നോക്കുന്ന ടൈമിൽ ഡ്യുവൽ
എക്സോസ്റ്റാണ് വന്നേക്കുന്നത്, 2 പൈപ്പ് വന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു എക്സോസ്റ്റ് യൂണിറ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഞാൻ ഇനി എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. പൈസ എങ്ങനെയുണ്ട്, സാധനം എങ്ങനെയുണ്ട്, എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ട്, കിടിലല്ലേ? ബാക്കിലത്തെ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 240mm ഡിസ്ക്കാണ് ബാക്കി വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് സെറ്റപ്പ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അസാഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് മീറ്ററിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 830 ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 830mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അത് വെച്ചിട്ട് എനിക്ക് 2 സൈഡും ഒരുവിധം ബ്ലാങ്കറ്റ് ഫുട്ട് ഉണ്ട്. വണ്ടിക്കാണെങ്കിൽ അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ലൈറ്റ് വെയിറ്റാണ് വണ്ടിയുടെ വെയിറ്റ് വന്നേക്കുന്നത്. വണ്ടിയുടെ വെയിറ്റ് വന്നിട്ട് 176 അങ്ങനെ അത്ര എന്തോ വരുന്നുള്ളൂ. കറക്റ്റ് രീതിയിൽ കറക്റ്റ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് ഒരു എൻജിൻ കിൽ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹസാർഡ് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കിൽ സ്വിച്ച് അത്രയും തന്നെ വരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡ് നോക്കുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ പാസ് സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. നമ്മുടെ ട്രാൻസ്ലാപ്പിൽ കൊടുത്തിരുന്ന ഇവിടെ ആയിട്ടോ കേട്ടോ. ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇത്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ എനിക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ വന്നപ്പോൾ ഉണ്ട്. ഇത് 2 സെക്കൻഡ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആവും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ്. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആവും. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള കീസും കാര്യങ്ങളും ഇതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, അത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സാധാരണ നമ്മൾ കണ്ടു വന്നേക്കുന്ന അത് അത്രയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, പിന്നെ ബ്ലൂടൂത്ത് കണക്ട്, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഫ്യൂൽ ഗേജ് കാണിച്ചപ്പോൾ ഉണ്ട്. ഇവിടെ കുറേ വാർണിംഗ് ലാംപ്സ്. അത്യാവശ്യം നല്ലൊരു കളർ TFT ഡിസ്പ്ലേ ആട്ടോ വന്നേക്കുന്നത്. വെക്കാനും പറ്റും. ഇവിടെ ഒരു സോക്കറ്റും വെച്ചപ്പോൾ ഉണ്ട്, മറ്റേ ചാർജിങ്ങിൻ്റെ. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തേപ്പുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം ഇതിനകത്തൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. വയറിങ്ങിനൊക്കെ എന്തെങ്കിലും സീനാവുമെന്ന് എനിക്കറിയത്തില്ല. ടെക്സി നമുക്ക് നോക്കാം. അപ്പം നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറച്ച് നേരമായിട്ട് വണ്ടി ഓടിക്കുമായിരുന്നു. വണ്ടി എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി കൊള്ളാം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ അന്ന് റിവ്യൂ ചെയ്ത ട്രാൻസ്ലാപ്പും ഇതും വെച്ച് നോക്കുമ്പം ഇതിൻ്റെ വൈസറുണ്ടല്ലോ, ഓൾമോസ്റ്റ് എൻ്റെ തലയുടെ മണ്ടയ്ക്കാണ് വൈസർ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിൻ നോയ്സോ ഇഞ്ചിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഒന്നുമില്ല. സസ്പെൻഷനൊക്കെ അത്യാവശ്യം ഹാർഡാണ് കേട്ടോ. ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു എന്താ പറയുന്നത്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കായിട്ട് ഞാൻ പറയത്തില്ല. നല്ല സ്റ്റെബിലിറ്റി വരുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ നല്ലോണം അത്യാവശ്യം നല്ല സ്റ്റിഫായതുകൊണ്ടും അത്യാവശ്യം നല്ലോണം കോർണറും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നമില്ല. സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാം. പക്ഷെ അന്ന് ഞാൻ ട്രാൻസ്ലാപ്പ് ഓടിച്ച സമയത്ത് സസ്പെൻഷൻ എന്തോ ഒരുമാതിരി ചാടി കളിക്കുന്നൊരു ഫീലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു സെറ്റപ്പാണ്. എന്നുവെച്ചാൽ ലൈക്ക് ഒരു സ്പോർട്സ് ബൈക്ക് എങ്ങനെയാണോ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പൊക്കെ അതിനകത്ത് കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയപ്പോൾ ഉണ്ട്. ഗോപ്രോ നമ്മൾ ചതിച്ച്, എന്നുവെച്ചാൽ വോയിസ് റെക്കോർഡായിട്ടില്ല. ഫുട്ടേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വോയിസ് കിട്ടിയിട്ടില്ല. എന്താ പണി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് മൈക്ക് അഡാപ്റ്റർ, അതിനകത്തൊന്ന് മൈക്ക് എന്തോ ഊരിപ്പോയി, ആ മൈക്കിൻ്റെ പ്ലഗ് അങ്ങനെ എന്തോ പണി കിട്ടിയതാണെന്ന് തോന്നുന്നത്. സോറി, റെക്കോർഡായിട്ടില്ല. എല്ലാവരും ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് മാത്രം കണ്ടാൽ മതി. നമുക്ക് ഇനി ഒരിക്കൽ വണ്ടി കിട്ടുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നല്ല രീതിക്കൊരു വീഡിയോ ചെയ്യാം. അത് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാത്ത. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഉടഞ്ഞേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.